നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൊരിച്ച പത്തിരി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ 3 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയും 2 ഗ്ലാസ് മൈദയൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ആദ്യം അരിപ്പൊടി ചേർത്ത് അത് ഒന്ന് നന്നായി വെന്തതിന് ശേഷം പിന്നെ മൈദ ചേർക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിനുള്ള എള്ളും ജീരകമൊക്കെ ചേർത്ത് ഇതുപോലെ ഒരു ടേബിൾ ടോപ്പറിൽ കുറച്ച് ഓയിൽ തടവി നന്നായി പരത്തിയെടുത്ത് ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് മുറിച്ചെടുക്കാം. കുറച്ച് അപ്പം മുറിച്ചെടുക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഗ്ലാസിൻ്റെ ആ എൻഡ് ഒന്ന് തടവി കൊടുത്താൽ പിന്നെ അത് എളുപ്പമാകും. പിന്നെ ഇങ്ങനെ 2 സൈഡും എണ്ണ ചൂടാക്കി പൊരിച്ചെടുക്കുക. നിൽക്ക് ഒരു കാര്യം പറയാൻ മറന്നു. ഇത് നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോഴേ ഈ 3 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് അരിപ്പൊടിയും 2 ഗ്ലാസ് മൈദയാണ് ചേർക്കുക. ഇനി അഥവാ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എവിടെയെങ്കിലും ഒരിത്തിരി വെള്ളം കൂടി കഴിഞ്ഞാൽ ഒരിക്കലും അരിപ്പൊടി ചേർക്കരുത്, മൈദയാണ് ചേർക്കുക. അങ്ങനെ ചേർത്ത് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ പെർഫെക്റ്റ് പൊരിച്ച പത്തിരി ഉണ്ടാക്കാം. ഓക്കെ.